അടിസ്ഥാനപരമായി പ്രതിഷേധ സ്വാതന്ത്ര്യത്തെ തകർക്കാനുള്ള ഒരു അക്രമാഹ്വാനമാണ് അയാൾ നടത്തിയത്. അത് ഫാസിസമാണ്. അയാൾ ആഗ്രഹിക്കുന്നത് അതാണ്. അവിടെ നിന്നുകൊണ്ടാണ്, ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അയാൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. എപ്പോഴും ശരീരഭാഷ കൊണ്ടും ചില പ്രയോഗങ്ങളൊക്കെ കൊണ്ടും ബുദ്ധിയുള്ളയാളാണെന്ന് ചിലർക്ക് തോന്നിക്കത്തക്ക തരത്തിൽ പെരുമാറുകയും അത് കണ്ട് തെറ്റിദ്ധരിച്ച് ഭാരതീയ വിചാര കേന്ദ്രക്കാരെന്തോ ഭാരവാഹിത്വമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത ഒരാളായിരിക്കാം അയാൾ. എന്തായാലും ബുദ്ധി എന്നത്, അയാളുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, അത് ഈ സമരഭൂമിയിൽ നിന്നുകൊണ്ട് സമരം നടക്കുന്ന സ്ഥലത്ത് സനീഷ് നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ലാത്തി കൊണ്ട് ഒരു വിദ്യാർത്ഥിനിയുടെ സ്വകാര്യ ഭാഗത്ത് കുത്തുന്നത് നമ്മൾ കണ്ടില്ലേ. ആ മനോനിലയിൽ നിന്ന് ഒരു മാറ്റവും ടി ജി മോഹൻദാസിൻ്റെ മനോനിലയ്ക്കില്ല. അതേ മനോനിലയിൽ നിന്നുകൊണ്ടാണ് അയാൾ ഈ പറയുന്നത്. അത് അങ്ങനെ പോരാ, അതിലും കടുപ്പത്തിൽ വേണം എന്നാഗ്രഹിക്കുന്ന ഒരു മനസ്സുമായാണ് ഇയാൾ ഇവിടെ ഇരിക്കുന്നത് കൊച്ചിയിൽ. അങ്ങനെയാണ് അയാളത് ആവശ്യപ്പെടുന്നതെന്ന് ഓർക്കണം. അപ്പോൾ അയാൾ അക്രമാഹ്വാനം നടത്തുകയാണ്. ഒരു തരത്തിലുമുള്ള ജനാധിപത്യ ബോധവുമില്ലാതെയാണ് ആ അക്രമാഹ്വാനം നടത്തുന്നത്. ഈ രാജ്യത്തെക്കുറിച്ച് അയാളുടെ സങ്കല്പം എന്താണെന്നുള്ള കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ട്. മുമ്പ് ഈ തേജസ്വി സൂര്യ എന്ന് പറയുന്ന MP ഉണ്ടല്ലോ, യുവമോർച്ചയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം ഞാൻ ഓർക്കുകയാണ്. അതായത്, നിങ്ങൾ മോദിക്കൊപ്പമാണെങ്കിൽ ഇന്ത്യക്കൊപ്പമാണ്, മോദിക്കൊപ്പം അല്ലെങ്കിൽ ഇന്ത്യക്കൊപ്പമല്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു MP ആയിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ നമ്മൾ ഞെട്ടി. കാരണം അങ്ങനെയല്ലല്ലോ, ഈ രാജ്യം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ ഒരു സമ്മേളനമല്ലേ. ആ വൈവിധ്യങ്ങളിൽ നിന്നുകൊണ്ടല്ലേ നമ്മൾ കാര്യങ്ങളെ കണക്കാക്കേണ്ടത്. പക്ഷേ അത് ഇതിൻ്റെ ഒരു കുറഞ്ഞ വേർഷനാണ് ആക്കിയിട്ടത്. അതിൻ്റെ കൂടിയ വേർഷനാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു തരത്തിലുമുള്ള ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് തിരിച്ചറിയാത്ത ഒരു വിഭാഗം ആളുകൾ അവർ ഈ മട്ടിൽ പെടുമ്പോൾ, ഇത് നമ്മൾ അവിടെ കണ്ട ആ സ്വകാര്യ ഭാഗത്ത് രാത്തി കൊണ്ട് കുത്തിയ പോലീസുകാരൻ്റെ മനോനിലയിൽ ഇയാൾ ഇവിടെ ഇരിക്കുന്നു. ഇയാളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരുണ്ട്. കഴിഞ്ഞ ദിവസം ഇത് മോഹൻദാസ് ഇത് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ എനിക്ക് തോന്നിയത് ഇയാളുടെ അതേ ശബ്ദമാണല്ലോ ബംഗാളിലെ ഒരു സി ന്യൂസിൻ്റെ മാധ്യമപ്രവർത്തകനും, രണ്ടുപേരുടെയും ഒരേ ശബ്ദം. അതായത് അയാൾ പറയുന്നത് എന്താണ്, നിങ്ങൾ ഇന്തോനേഷ്യയിലും പാകിസ്ഥാനിലും BJP യോടുള്ള ചോദ്യമാണ് കേട്ടോ. BJP യോട് ഇവർക്ക് പ്രതിഷേധമാണ്, ഇത് ഒത്തുതീർപ്പാക്കിയത്. TG മോഹൻദാസിനും പ്രതിഷേധമാണ്. മനസ്സിലായില്ലേ? ഈ മോദിയോട് പ്രതിഷേധമാണ്. മോദിയല്ല, ഞാനായിരുന്നെങ്കിൽ കാണിച്ചു കൊടുക്കാമായിരുന്നു. ഇതാണല്ലോ അയാൾ പറയുന്നത്. അപ്പോൾ TG അവിടുത്തെ മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, പാകിസ്ഥാനിലും ഇന്തോനേഷ്യയിലുമൊക്കെ കണ്ടില്ലേ, ആളുകളെ വെടിവെച്ച് തള്ളി, ശവങ്ങളിങ്ങനെ ചെതറിക്കിടന്നു, അങ്ങനെ വേണം കൈകാര്യം ചെയ്യാൻ. നിങ്ങളിത് ഒത്തുതീർപ്പിൻ്റെ വഴിയെ പോയില്ലേ എന്ന് ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകനെ നമ്മൾ കണ്ടു. അയാൾ അവിടുത്തെ വിചാര കേന്ദ്രത്തിൻ്റെ വല്ല നേതാവ് ആണോ എന്നെനിക്കറിയില്ല. ഇതിപ്പോൾ ഇവിടുത്തെ TG മോഹൻദാസ് ഈ മട്ടിൽ പരാമർശം നടത്തി. സനീഷ്, ഇതിപ്പം ഈ ശവങ്ങൾ പെറുക്കിയെടുത്ത് മാറ്റിയിടണം എന്നൊക്കെയാണ് പറയുന്നത്. അതായത് മനുഷ്യൻ എന്നുള്ള ആ രൂപത്തോടുള്ള നിന്ന തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനായി കാണാനായിട്ട് തയ്യാറല്ല എന്നുള്ളത്. അപ്പോൾ അത് സ്ത്രീകളെ എന്തെല്ലാം തരത്തിലാണ് അവഹേളിച്ചത്. ബലാത്സംഗം ചെയ്യപ്പെടാൻ ആഗ്രഹിച്ച് നടക്കുന്ന സ്ത്രീകളാണ് അവിടെ സമരത്തിന് വരുന്നത് എന്നാണ് അവർ പറയുന്നത്. ഈ സമരത്തിൽ മാത്രമല്ല, പരിസ്ഥിതിയാണെന്ന് പറഞ്ഞ് ചിലർ മരത്തെ കെട്ടിപ്പിടിക്കും, എന്നിട്ട് പ്രത്യേക ആംഗിളിൽ ക്യാമറ വയ്ക്കും. ഇയാൾ സകല ആംഗിളിലുള്ള ക്യാമറ കണ്ണുമായിട്ടാണ്, ഇയാൾ കണ്ണ് ആ മട്ടിലാണ് പ്രവർത്തിക്കുന്നത്. നീലക്കുയിൽ കണ്ടിരിക്കുന്ന ആളാണ് ഫുൾ ടൈം. അതായത് എല്ലാ അർത്ഥത്തിലും സ്ത്രീകളോടുള്ള അടിസ്ഥാനപരമായ അപമാനം കൂടിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതായത് അയാൾ അങ്ങനെയാണ്, അതാണ് അയാളുടെ മനോനില എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾക്ക് എങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കാൻ കഴിയുക? എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഇയാൾക്ക് പരിചയമുള്ള ഇയാളുടെ സുഹൃത്ത് വലയത്തിലോ ഇയാളുടെ കുടുംബത്തിലോ ഒക്കെ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുള്ളവരൊക്കെ കാണില്ലേ? പല അഭിപ്രായ വ്യത്യാസമുള്ളവർ കാണില്ലേ? പല അഭിപ്രായം പ്രകടിപ്പിക്കുന്നവർ കാണില്ലേ? അവരോട് ഈ മനോനില വെച്ചാണോ ഇയാൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? എനിക്കറിയില്ല എങ്ങനെയാണ് ഇയാളെ അതിശക്തമായ നിയമ നടപടി ഉണ്ടാവണം ഇയാൾക്കെതിരെ. ഈ സർക്കാർ അത് സ്വീകരിക്കുമെന്നാണ് ഞാൻ രമേശ് ചെന്നിത്തലയിൽ PD സതീശനിൽ വിശ്വാസം അർപ്പിക്കുകയാണ്. കാരണം ഇത് ഇങ്ങനെ കേരളത്തിൽ നിന്നുകൊണ്ട് പറയാൻ പാടില്ല. കേരളത്തിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല. കേരളം ഇങ്ങനെയൊരു സമൂഹമല്ല കേരളത്തിൻ്റേത്. അവിടെ നിന്നുകൊണ്ട് ഈ സൈസ് വർത്തമാനം പറയാൻ പാടില്ല. അത് കേരളം പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇയാളെ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ഭരണഘടനയോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബഹുമാനമുണ്ടെങ്കിൽ ഇങ്ങനെ പരാമർശിക്കുമോ? ഇങ്ങനെ വെടിവെച്ച് കൊല്ലാനായിട്ട് അല്ലെങ്കിൽ വെടിവെച്ച് തള്ളാനായിട്ടും ശവം പെറുക്കി മാറ്റിയിടാനും ഈ ഭരണഘടന ഇവിടെ ഡിസെൻറ്റിനുള്ള അവകാശം തരുന്നുണ്ടല്ലോ.
നമുക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശം തരുന്നുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അവിടെ പോയി വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. അപ്പോൾ ഈ രാജ്യം കണ്ട ഏറ്റവും അക്രമാസക്തമായ സമരമൊന്നുമല്ല ഇവിടെ നടന്നിട്ടുള്ളത്. ഒരു സമരം, ഒരു വിദ്യാർത്ഥി സമരം, പക്ഷേ അതിനെ ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ ഡൽഹി പോലീസ് കൈകാര്യം ചെയ്തു. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ആ സമരത്തെ പോലും ഇയാൾ കാണുന്നത് എങ്ങനെയാണ്? അതായത് ഏറ്റവും ഭരണഘടനാപരമായി എല്ലാ അർത്ഥത്തിലും സമാധാനപരമായി, ഇവിടെ ഇപ്പം ആയുധം എടുത്ത് പോരാടാനൊന്നുമല്ലോ പോയത്. ആകെ അവിടെ പിന്നെ എന്താണ് കുറച്ച് വിദ്യാർത്ഥികൾ തന്നെ, ഏറ്റവും പുതുതലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികൾ പോയി ഇരുന്നിട്ട് എല്ലാ അർത്ഥത്തിലും മനസ്സുകൊണ്ട് കരുത്തുള്ള, ശാരീരികമായി ചിലപ്പോൾ ദുർബലരായിട്ടുള്ള കുറേ പേര് പോയി അവിടെ ഇരുന്ന് സമരം ചെയ്തു. അവരെയാണ് വെടിവെച്ചും ബലാത്സംഗം ചെയ്തും ഇല്ലാതാക്കണമെന്ന് ഈ നരാധമൻ എന്ന് ചിലപ്പോൾ വേണമെങ്കിൽ വിശേഷിപ്പിക്കേണ്ടി വരും ഇയാൾ പറയുന്നത്. എന്താ സംശയം? അതിനകത്ത് വേറൊന്നും നമുക്ക് പറയാനില്ല. കാരണം ഭരണഘടനയോടോ മനുഷ്യനോടോ പോലും ഒരു വിലയുമില്ലാത്ത ഒരാൾ, അയാളെ എന്താണ് നമുക്ക്, അതായത് ഏതെങ്കിലും തരത്തിൽ യുവതയോടോ പ്രതിപക്ഷത്തോടോ അതൊന്നും എന്താണെന്ന് തന്നെ ഇയാൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രതിപക്ഷം എന്താണെന്നോ, യുവത്വം എന്താണെന്നോ, ഈ പ്രതിരോധം എന്താണെന്നോ, സമരം എന്താണെന്നോ, ഭരണഘടന എന്താണെന്നോ, ഈ രാജ്യം എന്താണെന്നോ തന്നെയുള്ള ബോധമില്ലാതിരിക്കുന്ന ഒരാൾ എന്നതിനപ്പുറത്ത് എനിക്കതിനെക്കുറിച്ച് വേറൊന്നും തോന്നുന്നില്ല. അല്ല, ഒരു കാര്യം ഹർഷ, അതായത് ഇയാളെ അനുകൂലിക്കുന്ന ആളുകളായിരിക്കണമെന്നില്ല കേട്ടോ ബി.ജെ.പി. RS-കാരും. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. സംഘപരിവാർ സൈദ്ധാന്തികരും ഈ പദവിയിലൊക്കെ ഇരുന്ന ആളാണെങ്കിലും കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവർ അടുപ്പിക്കാത്ത ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിഷം തുപ്പുന്ന പരിപാടിയിലേക്ക് ഇയാൾ മാറിയത്. ഇപ്പം തന്നെ ഇമാതിരി വർത്തമാനമൊക്കെ പറഞ്ഞതുകൊണ്ട് ഇവർക്കാകപ്പാടെ, അതായത് ഈ സമരത്തെ എതിർക്കുന്ന ആളുകളാണ് ബി.ജെ.പിയിൽ ബഹുഭൂരിപക്ഷ ആളുകളും. കാരണം സ്വാഭാവികമായിട്ട് ഈ സമരത്തിനെ അവരുടെ സർക്കാരിനെതിരാണല്ലോ സമരം. അവരുടെ ഒരു മന്ത്രിയെ ഇങ്ങനൊരു ബുദ്ധിമുട്ട് പിടിച്ച സാഹചര്യത്തിൽ ഒഴിവാക്കേണ്ടി വന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമരത്തെ എതിർക്കുന്നുണ്ട്. പക്ഷേ ഇയാളുടെ വർത്തമാനത്തിനൊന്നും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബി.ജെ.പി. ഇയാളെ നമുക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളൊക്കെ തന്നെയാണല്ലോ. നമ്മൾ പല ടെലിവിഷൻ ചർച്ചകളിലും നമ്മൾ ഈ ചർച്ച തൊഴിലാളി എന്നുള്ള റോൾ എടുത്തിരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഇയാളെ വിളിച്ച് ചർച്ച നടത്തിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇയാളെ പ്രോത്സാഹിപ്പിച്ചത് ഈ ചാനലുകളൊക്കെ തന്നെയാണ്. അല്ല, അത് പക്ഷേ അതിലൊരു വ്യത്യാസമുണ്ട്. അതായത് മുമ്പാണത്. ഇപ്പോൾ ഇയാൾക്ക് കുഴപ്പം പിടിച്ച് ഈ ആള് കുറച്ച് റിലേ പോയിട്ടുണ്ടെന്ന് കണ്ടതിന് ശേഷം ഇമാതിരി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയ ശേഷം ഇപ്പോൾ ആ ചർച്ചകളിലൊന്നും ആദ്യം വരാറില്ല കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഈ സ്വന്തം യൂട്യൂബ് ചാനലിലൊക്കെ പോയത്, ആരൊക്കെയോ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്ന നിലയിലേക്ക് പോയത്. എന്തായാലും ബി.ജെ.പി. എന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു മുന്നേറ്റം ആരംഭിച്ചത് മുതൽ അതിനെതിരെ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും വ്യാപകമായിരുന്നു. പ്രധാനമായും സംഘപരിവാർ സൈബർ ഹാൻഡിലുകളാണ് ഇത്തരം ആക്ഷേപങ്ങളുമായി എത്തിയത്. തുടക്കത്തിൽ CJP-യുടെ പേജുകൾ ഫോളോ ചെയ്യുന്നവർ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമാണ് എന്നായിരുന്നു ആക്ഷേപം. പിന്നീട് CJP-ക്ക് ഫണ്ട് ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളാണെന്ന് വരെ പറഞ്ഞു വരുത്തി. ഇപ്പോൾ ഇന്നിപ്പോൾ സനീഷ്, നമ്മളത് പരാമർശിക്കാതെ പോയൊരു വിഷയമാണ് ഈ ഓർഗനൈസറിൽ വന്ന ലേഖനം. ഓർഗനൈസറിൽ വന്ന ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ സർക്കാർ തുടരാൻ യോഗ്യതയുള്ള സർക്കാരാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. ഏത് സർക്കാർ? കേന്ദ്ര സർക്കാർ. എന്താ കാരണം? ഡൽഹി തലസ്ഥാനത്ത് ചൈനക്കാരെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയല്ലേ. MA ബേബി ആണെങ്കിൽ ചൈനീസ് ചാരനായി മുന്നിൽ നിന്ന് നയിക്കുകയാണ് ആ പോരാട്ടത്തെ. എങ്ങനെയാണ് ഓർഗനൈസർ എഴുതിയിരിക്കുന്നത്? ആദർശം സജിയും ഐഷേ ഘോഷും ഒക്കെ ചൈനീസ് ചാരന്മാരായിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് ഡൽഹിയിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നു. അവരോട് ആരൊത്തുതീർപ്പാകുന്നു? ഈ സർക്കാർ ഒത്തുതീർപ്പാകുന്നു. എങ്ങനെയുണ്ട് ഇത്? ഓർഗനൈസർ എഴുതി വെക്കുകയാണിത്. എങ്ങനെ? ഇതാണ് ഇവർ ചൈനീസ് ചാരന്മാരാണ്, ഇവർ ചൈനീസ് എംബസിയിൽ പോയിട്ടുണ്ട്. അതായത് ഇവരെല്ലാം പരസ്പരം ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിക്കും അപ്പുറത്തുള്ള വേറൊരു സംവിധാനത്തിൽ ഇരുന്നുകൊണ്ട് പരസ്പരം പഠിപ്പിക്കുകയും ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. അത് അർണബ് ഗോസ്വാമി എന്തു പറയും ഈ ഗൂഢാലോചന സിദ്ധാന്തത്തിൽ എന്തെങ്കിലും? അർണബ് ഗോസ്വാമിയാണ് പറഞ്ഞത് MA ബേബി സമരപന്തലിൽ പോയതിനു ശേഷം ചൈനീസ് എംബസിയിൽ പോയിരുന്നു. ഏത് ചൈനീസ് എംബസിയിൽ പോയത് ഈ പറഞ്ഞ ഇവരുടെ ഒരു അവിടുത്തെ ഇത് ആരും അറിയാതെ അതീവ രഹസ്യമായി പോകുന്ന ഒരു പോക്കല്ലല്ലോ. അത് സ്വാഭാവികമായി സംഭവിക്കുന്നവരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഒക്കെ ആ തരം ക്ഷണം കിട്ടാറുണ്ട്, അവിടെ പോകാറുമുണ്ട്. ഈ പാർട്ടികളുടെ എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി കാണാറുമുണ്ട്. ഇതെല്ലാം വാസ്തവമാണ്. അതിന് ശേഷമാണ് MA ബേബിയുടെ മുഖത്ത് വട്ടം വരച്ച് റിപ്പബ്ലിക് TV തുടർച്ചയായി കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം 10-18 വിദ്യാർത്ഥികൾ, SFIയുടെ വിദ്യാർത്ഥികൾ ഈ സമരത്തിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവരുണ്ട്. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടില്ല സമരം ഒത്തുതീർപ്പാകുമ്പോൾ പോലും എന്നുള്ളത് ഓർക്കണം. അപ്പം അതാണ് അവിടുത്തെ സാഹചര്യം. അവർ ഈ വിഷയത്തിൽ തന്നെയാണ്, നീറ്റിൽ തന്നെയാണ് സമരത്തിൽ ഇറങ്ങി തിരിച്ചത്. അവരെല്ലാം ചൈനീസ് ചാരന്മാരാണ്. ഈ രാജ്യത്ത് മുഴുവൻ ചൈനയ്ക്ക് ഇത്രയും പ്രകമ്പനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഈ കേന്ദ്ര സർക്കാർ രാജിവെക്കണ്ടേ? ഈ രാജ്യത്ത് ഇവിടെ മുഴുവൻ ഇത്രയും വിദ്യാർത്ഥികളെ എല്ലാം കുഴപ്പത്തിലാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഈ രാജ്യത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ, ഈ മോഹൻദാസ് ഒക്കെ അഭിപ്രായപ്പെടുന്ന തരത്തിലാണ് രാജ്യം തന്നെ പ്രതിസന്ധിയിലാണ്. അർണബ് ഗോസ്വാമിയും മോഹൻദാസും ഒക്കെ അഭിപ്രായപ്പെടുന്നത് അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു സംശയം വേണ്ട, സർക്കാർ രാജിവെച്ച് ഒഴിയുകയാണ് വേണ്ടത്. കാരണം തുടരാൻ യോഗ്യതയില്ല. കാരണം ചൈന ഇവിടെ മൊത്തം പിടിച്ചടക്കി കഴിഞ്ഞില്ലേ. എന്താണ് പിന്നെ മനസ്സിലാക്കേണ്ടത്?